ഹലോ മച്ചന്മാരെ, എന്തെല്ലാം സുഖമല്ല എല്ലാവർക്കും. അപ്പം കഴിഞ്ഞ വീഡിയോത്തെ പോലെ തന്നെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇത്. ജോയ്സ്റ്റിക്കിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ് ആക്ച്വലി. അപ്പോൾ നിങ്ങളുടെ ഇതുപോലുള്ള ഊമ്പിയ മൂവ്മെൻറ്റ് എങ്ങനെ ഇതുപോലുള്ള കിടൽ മൂവ്മെൻ്റ് ആക്കി മാറ്റാമെന്ന്. അപ്പോൾ കൂടുതൽ കൊണ്ടടിക്കുന്നില്ല, നേരെ വീഡിയോയിൽ പോകാം. ആദ്യം തന്നെ നമ്മുടെ കൺട്രോൾ എടുത്തിട്ട് അതിൽ ഈ ജോയ്സ്റ്റിക്കിൻ്റെ ഒപ്പം ഒരു സ്പ്രിൻറ്റിൻ്റെ ഒരു ബട്ടൺ കൂടെ കാണും. അത് ഞാൻ കാണിക്കുന്ന പോലെ ജോയ്സ്റ്റിക്കിനോട് തട്ടിയിട്ടും അല്ല, എന്നാൽ കൂടുതൽ പൊക്കത്തും അല്ലാത്ത രീതിക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നോക്കേണ്ടത് നമ്മുടെ സ്പ്രിൻറ്റ് സെൻസിയാണ്. സ്പ്രിൻറ്റ് സെൻസി ഇപ്പോൾ 0 കഴിഞ്ഞാൽ ഇതുപോലുള്ള ഊമ്പിയ മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക്. അപ്പം ഇതൊരു ബോട്ട് കണക്കുള്ള മൂവ്മെൻ്റ് ആണ് ഗൈസ്. ആ മൂവ്മെൻറ്റ് എന്തായാലും നമുക്ക് വേണ്ട. നമ്മളൊരു സ്പ്രിൻറ്റ് സെൻസി ഒരു 85 90 അടുത്തായിട്ട് ഇടുക നോക്കുക. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഇത് ഈ ബോട്ട്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ടാർഗറ്റിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ ഇത് കണക്ക് നമുക്ക് 6 ആക്ക് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നമ്മുടെ മൂവ്മെൻറ്റ് സെറ്റാണെന്ന് ഇതുപോലെ ചെയ്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മൂവ്മെൻറ്റ് നമ്മൾ ചെയ്ത പ്രോഗ്രസ് എല്ലാം സെറ്റായി ഒന്ന്. അപ്പം ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ മൂവ്മെൻറ്റ് എന്തായാലും അടിപൊളിയായിട്ട് വരും. ബോട്ട് കണക്കൊന്നും പോകത്തില്ല. ഇതിൻ്റെ കൂടെ നമ്മുടെ എയിമും കൂടെ ഓക്കെ ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ അടിപൊളിയാവുന്നത്. അപ്പോൾ നിങ്ങൾ എയിമിൻ്റെ പ്രാക്ടീസ് എന്തായാലും അതൊരു ഫുള്ളായിട്ട് ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക്, സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ബോട്ട് കണക്ക് മൂവ് ചെയ്യുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക, കണ്ടൻറ്റ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലോടൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഗൈസ്. ബൈ.